ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അല്പസമയത്ത് ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി ദൈവത്തെ പരിശുദ്ധാത്മാവിൽ നിന്ന് ആശ്രയിച്ചൊരുമിച്ചായിരിക്കാൻ ദൈവം നമ്മെ സഹായിച്ചുവല്ലോ. എല്ലാ പ്രിയപ്പെട്ട ഒരിക്കൽ കൂടി യേശുവിൻ്റെ നാമത്തിൽ ഈ ദൈവവചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് അല്പസമയത്ത് ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി യെരമ്യാ പ്രവചനം 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളുടെ വായിക്കുന്നു. ന്യായം പ്രവർത്തിക്കുകയും വിശ്വസ്തത കാണിക്കുകയും ചെയ്യുന്നവനുണ്ടോ? ഒരുത്തനെ കാണുമോ എന്ന് യെരുശലേമിൻ്റെ വീഥികളിൽ ചുറ്റി നടന്ന് അന്വേഷിക്കുകയും അതിൻ്റെ വിശാല സ്ഥലങ്ങളിൽ തിരഞ്ഞറിയുകയും ചെയ്യുവൻ. കണ്ടുവെങ്കിൽ ഞാൻ അതിനോട് ക്ഷമിക്കും. യഹോവയാണ് എന്ന് പറഞ്ഞാലും അവർ കപടമായിട്ടത്രേ സത്യം ചെയ്യുന്നത്. യഹോവേ, നിൻ്റെ കണ്ണ് വിശ്വസ്തതയല്ലയോ നോക്കുന്നത്? നീ അവരെ അടിച്ചുവെങ്കിലും അവർ വേദനപ്പെട്ടില്ല. നീ അവരെ ക്ഷയിപ്പിച്ചുവെങ്കിലും അവർക്ക് ബോധം കൈക്കൊള്ളാൻ മനസ്സില്ലായിരുന്നു. അവർ തങ്ങളുടെ മുഖം പാറയേക്കാൾ കടുപ്പമാക്കി മടങ്ങി വരുവാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. അതിന് 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവേ, നിൻ്റെ കണ്ണ് വിശ്വസ്തതയല്ലയോ നോക്കുന്നത്? നിരാവിലെ ദൈവസ്ഥാനത്ത് ദൈവത്തിൻ്റെ വചനം കേട്ടുകൊടുക്കുക. ദൈവത്തിൻ്റെ പൈതലെയും പരിശുദ്ധാത്മാവ് നമ്മളോട് വിശ്വസ്തതയെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. ഒരു വിശ്വസ്തനെ കണ്ടെത്താനുള്ള ദൈവത്തിൻ്റെ അന്വേഷണമാണ്. നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോഴാണ് സോദോം നഗരത്തിൽ 10 നീതിമാന്മാരെങ്കിലും ഉണ്ടെങ്കിൽ ആ പട്ടണത്തെ നശിപ്പിക്കാതിരിക്കാൻ അബ്രഹാം ദൈവത്തെ സമ്മതിപ്പിച്ചതായി ഉൽപ്പത്തി പുസ്തകത്തെ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഫലം ആശാവഹമായിരുന്നില്ല. തന്മൂലം ദൈവം ആ പട്ടണങ്ങളെ നശിപ്പിച്ചു കളഞ്ഞ് ഇപ്പോൾ ആ പ്രദേശം ചാവുകടലായി അവശേഷിക്കുന്നു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ യെരുശലേമിൽ വിശ്വസ്തനായ ഒരു വ്യക്തിയെ കണ്ടെത്തുവാൻ, ഒരു വ്യക്തി എങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞാൽ അതിനോട് ക്ഷമിക്കാമെന്ന് ദൈവം വാഗ്ദാനം ചെയ്യുകയാണ്. അപ്പോൾ ദൈവജനം സോദോമിൻ്റെ അവസ്ഥയിലേക്കായിപ്പോയി. അപ്പോൾ അവിടെ ആകയാൽ അങ്ങനെ 9-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പം അവിശ്വസ്തരായ ജനത്തിൻ്റെ മേൽ ന്യായവിധി അയക്കുന്ന ദൈവത്തിൻ്റെ തീരുമാനത്തെപ്പറ്റി അവിടെ നമ്മെ ദൈവം പഠിപ്പിക്കുന്നൊരു കാര്യം. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവപൈതലെ പരിശുദ്ധാത്മാവ് നമ്മളെ അവർ ദൈവത്തിൻ്റെ പൈതലായിരിക്കും ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാന ഒരു കാര്യം, നമ്മളെ വിളിയിൽ ഒരു ക്രിസ്ത്യാനിയായി ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടതിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. നമ്മുടെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയിൽ നമുക്ക് വിശ്വസ്തത ഉണ്ടാകണം. നമ്മളെ ദൈവവുമായിട്ടുള്ള സമർപ്പണത്തിൽ നമ്മൾ വിശ്വസ്തത ഉണ്ടായിരിക്കണം. അതിനെപ്പറ്റി പഠിക്കുമ്പം വിശ്വസ്തതയുടെ അർത്ഥങ്ങളെപ്പറ്റി പഠിക്കുമ്പം വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ നാരായവേര. അപ്പോൾ തന്നെ വിശ്വസ്തത എന്ന് പറയുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഫലങ്ങളിൽ, കൃപാവരങ്ങളിൽ ഒന്നാണ്. ഗലാത്യ ലേഖനം 5:20 നമുക്കത് കാണാം. അപ്പം വിശ്വസ്തത എന്ന് പറഞ്ഞ ആത്മീയ ജീവിതത്തിൻ്റെ ഫലങ്ങളിൽ ഒന്നാണ്. ദൈവത്തിൻ്റെ വചനത്തെ, പുതിയ നിയമത്തെ നമ്മൾ 1 കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നത് ദൈവത്തിൻ്റെ ഗൃഹവിചാരകന്മാർ വിശ്വസ്തരായിരിക്കണമെന്ന്. അപ്പോൾ ദൈവം വിശ്വസ്തത എന്ന് പലരും അതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ ചിന്തിക്കുമ്പം, വിശ്വസ്തയുടെ അർത്ഥത്തെപ്പറ്റി നമ്മൾ പോകുമ്പം കാപട്യത്തിൻ്റെ നേരെ വിപരീതമാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കുറച്ചുകൂടെ വിശാലമായിട്ട് അതിനെ പഠിക്കുകയാണെങ്കിൽ, എന്ത് പ്രയാസം നേരിട്ടാലും നിരാശനാകാതെ കർത്താവിൽ സ്ഥിരത പാലിക്കുന്നതിനുള്ള സ്വഭാവ വിശേഷമാണ് വിശ്വസ്തത എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ സാധാരണ ആരെയും കയറി ഒരുമിച്ച് പെട്ടെന്ന് ആരെയും വിശ്വസ്തൻ എന്ന് പറയാറില്ല. അങ്ങനെയാണെങ്കിൽ ലോകത്ത് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റാൻഡേർഡുകൾ, ഒരാൾക്ക് വിദ്യാഭ്യാസം, ഒരാളുടെ കഴിവോ സമ്പത്തോ അല്ലെങ്കിൽ വെച്ച് ആരെയും വിശ്വസ്തനെന്ന് പറയില്ല. മാനുഷികമായി ചിന്തിക്കുമ്പോൾ പരസ്പരമുള്ള ഇടപെടലുകളിലും പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വസ്തന്മാരെന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളെ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ ആ ദൈവം നമ്മളെപ്പറ്റി നോക്കുന്നത്, ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡുണ്ട്. നമ്മൾ ഒരാളെ വിശ്വസ്തനായ ദൈവം കാണണമെങ്കിൽ. ദൈവം അങ്ങനെ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ദൈവവചനത്തിൽ അനേകം വിശ്വസ്തന്മാരെ ദൈവം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെപ്പോലെ നാമും ആയിത്തീരാനാണ് ദൈവത്തിൻ്റെ ആഗ്രഹവും അതായിരിക്കണം നമ്മുടെ ചുമതലയും. സംഖ്യാപുസ്തകം 12-ാം അധ്യായം 7-8 വാക്യം നമ്മളിങ്ങനെ വായിക്കും. 7-ാമത്തെ വാക്യം: എൻ്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, അവൻ എൻ്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് ആ മോശ എന്തുകൊണ്ടാണ് വിശ്വസ്തനാണെന്ന് പറയാൻ കാരണം, അതിന് 1-2 വാക്യം വായിക്കുമ്പോൾ, മോശ ഒരു കൂശ്യ സ്ത്രീ വിവാഹം ചെയ്തിരുന്നത് കൊണ്ട് കൂശ്യ സ്ത്രീ നിമിത്തം മിര്യാമും അഹരോനും അവന് വിരോധമായി സംസാരിച്ചു. യഹോവ മോശ മുഖാന്തരം മാത്രമേ അരുളി ചെയ്തിട്ടുള്ളൂവോ, ഞങ്ങൾ മുഖാന്തരം അരുളി ചെയ്തിട്ടില്ലയോ എന്ന് പറഞ്ഞ് യഹോവ അത് കേട്ടു. മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു കാര്യം, വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യം, സ്വന്തം സഹോദരങ്ങളായിരുന്ന മിര്യാമും അഹരോനും ഉൾപ്പെടെ അവിടെ കൂശ്യ സ്ത്രീ വിവാഹം ചെയ്തുകൊണ്ടാണെന്നൊരു രണ്ടാമത് അല്ലെങ്കിൽ അങ്ങനെ പ്രധാന കാര്യമായിട്ട് പറയുന്നത് വാസ്തവം അതല്ല. രണ്ടാമത്തെ, മോശയുടെ അധികാരത്തിനെതിരെ, മോശയുടെ നേതൃത്വത്തിനെതിരെ, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയ്ക്കെതിരെ ഉള്ള ഒരു അല്ലെങ്കിൽ അവരുടെ ഒരു തന്ത്രമായിരുന്നു. അതിനെതിരെ മോശയെ എതിർക്കാനുള്ളൊരു തന്ത്രത്തിലാണ് അവിടെ പറയുന്നത്. യഹോവ മോശ മുഖാന്തരം മാത്രമേ അരുളി ചെയ്തിട്ടുള്ളൂ, ഞങ്ങൾ മുഖാന്തരം അരുളി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു എന്നവിടെ സഹോദരങ്ങളുടെ പ്രതികരണം. അപ്പോൾ മോശയ്ക്കേറ്റ നിന്ന പരിഹാസം
അല്ലെങ്കിൽ മോശയെ ഒറ്റപ്പെടുത്തിയത്, മോശയുടെ ശുശ്രൂഷയ്ക്കെതിരെ വെല്ലുവിളിച്ചതൊക്കെ ഇവിടെ എന്ത് എഴുതിയിരിക്കുന്നത്? മോശ ദൈവഭക്തനായിരുന്നുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്നു. 2-ാം അധ്യായത്തിന് അവസാനം അപ്പോൾ യഹോവ അത് കേട്ടു എന്ന്. ഇന്ന് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നമ്മളെ മോശയെ ദൈവം വിശ്വസ്തനെന്ന് പറയുന്നെങ്കിൽ മോശയുടെ അതിന് ശേഷമുള്ള പ്രതികരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് സ്വന്തം സഹോദരങ്ങളിൽ നിന്നയും പരിഹാസവും പ്രതികൂലങ്ങളൊക്കെ ഉണ്ടായിട്ടും അത് ദൈവകരങ്ങളിൽ സൗമ്യതയോട് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയും അതിന് പ്രതികാരം ചെയ്യാതിരിക്കുകയും ചെയ്തപ്പോൾ പിന്നത്തേതിൽ അഹ്റോനോടും മിര്യാമിനോടും ഒക്കെ ദൈവം വിളിച്ചു വരുത്തി. പിന്നെ ദൈവം അവരെ ശിക്ഷിച്ചതായിട്ടൊക്കെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കോപത്തിന് മിര്യാമും അഹ്റോനും ഒക്കെ ഇരയായി എന്നൊക്കെ താഴോട്ട് വായിക്കുന്നു. അപ്പം നമുക്കതെല്ലാവർക്കും വളരെ സുപരിചിതമായ വേദഭാഗമാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യം, ഒരു ജീവിതത്തിൻ്റെ തകർച്ചയുടെ അനുഭവങ്ങളിൽ, വേദനയുടെ അനുഭവങ്ങളിൽ, നിരാശയുടെ അനുഭവങ്ങളിൽ, പ്രതികൂലത്തിൻ്റെ അനുഭവങ്ങളിൽ ദൈവം മുമ്പാകെ കർത്താവിൽ ആശ്രയിക്കാനും ദൈവത്തിൽ സ്ഥിരത പ്രാപിച്ച് ദൈവം ആഗ്രഹിക്കുന്നവണ്ണം നമ്മളായി പ്രതികരിക്കുന്നതിന് അനുഭവത്തിൽ നമ്മളെ ദൈവം വിശ്വസ്തനെന്ന് എണ്ണുന്നത്. അതാ വേദപുസ്തകം പറയുന്ന വിശ്വസ്തൻ. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോഴാണ് ദാനിയേൽ പ്രവാചകനായ ദാനിയേലിനെ പറ്റി നമ്മൾ പഠിക്കുന്ന വേദപുസ്തകത്തിൽ ഇങ്ങനൊരു വാക്കുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 3, 4, 5 വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ടമാനസനായിരുന്നത് കൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപന്മാരിലും വിശിഷ്ടനായി വിളങ്ങി. രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർ കഴിഞ്ഞില്ല. അവൻ വിശ്വസ്തനായിരുന്നതുകൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. അപ്പോൾ ഒരു കാര്യം ഇന്ന് രാവിലെ പരിശുദ്ധാത്മ നമ്മെ ഓർപ്പിക്കുന്ന ഒരു കാര്യം, ദാനിയേലിൻ്റെ കൂടെ ജോലി ചെയ്തവർ അല്ലെങ്കിൽ ദാനിയേലിനോടൊപ്പം ഉണ്ടാകുന്ന ഉദ്യോഗസ്ഥരൊക്കെ ദാനിയേലിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഉയർച്ചയിൽ അസൂയ പൂണ്ടിട്ട് ദാനിയേലിനെ വകവരുത്തുവാനും ഇല്ലാതാക്കുവാനും രാജകോപത്തിന് ഇരയാക്കുവാനൊക്കെ പലതരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തുവെങ്കിലും പ്രതികൂലത്തിൻ്റെ മധ്യേ അവരോട് അതേ രീതിയിൽ അതേ നാണയത്തിൽ പ്രതികരിക്കാൻ പോയില്ല. മറിച്ച് അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നു, ദാനിയേലിന് വന്ന പ്രലോഭനം നമുക്കറിയാം. ദൈവത്തിൻ്റെ സ്ഥാനത്ത് രാജാവിനോട് പ്രാർത്ഥിക്കാനുള്ളൊരു പ്രലോഭനത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങി കൊടുക്കാതെ, ദാനിയേലിനെ പറ്റി നമ്മൾ പഠിക്കുമ്പം ദൈവത്തോടും അവൻ്റെ വചനത്തോടുമുള്ള ദാനിയേലിൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത വിശ്വസ്തതയാണ് ദാനിയേലിൻ്റെ സ്വഭാവത്തെ ഉയർത്തിയത്. അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവൻ മാളിക മുറിയുടെ കിളിവാതിൽ യെരുശലേമിനെതിരെ തുറന്നിരുന്നു. താൻ മുമ്പ് ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. അപ്പോൾ പ്രതികൂലത്തിന് മുമ്പിൽ തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, ദൈവത്തിൽ ശരണം വെച്ചുകൊണ്ട് ആ ദൈവത്തോട് തന്നെ പ്രാർത്ഥനയിൽ സ്ഥിരത പ്രാപിച്ചു, അല്ലെങ്കിൽ വിശ്വസ്തയോട് നിൽക്കാനിടയായത് മൂലം നമുക്കറിയാം ദാനിയേലിനെ ദൈവം രക്ഷിച്ചു. സിംഹക്കൂട്ടിൽ നിന്ന് രക്ഷിച്ചു എന്ന് മാത്രമല്ല, ദാനിയേലിനെതിരെ ഏത് രാജാവാണ് അങ്ങനെ ഒരു ഓർഡർ ഇട്ടത്, അതേ രാജാവ് തന്നെ യഹോവയായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം വലിയ കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. അന്ന് അത് എഴുതിയിട്ടുണ്ട്. അപ്പം ദൈവത്തിൽ അതിൻ്റെ 26, 27 വാക്യത്തിൽ വരുമ്പോൾ നമുക്കറിയാം, അവൻ ജീവനുള്ള ദൈവവും എന്നേക്ക് നിലനിൽക്കുന്നവനും അവൻ്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും അവൻ്റെ ആധിപത്യം അവസാനം വരാത്തതും ആകുന്നു എന്ന് രാജാവ് സിംഹത്തേക്കാൾ വലിയ ശക്തിയുള്ളൊരു ദൈവത്തെപ്പറ്റി, അല്ലെങ്കിൽ ദാനിയേലിൻ്റെ ദൈവത്തെ പ്രകീർത്തിക്കാനിടയായി. അപ്പോൾ ദാനിയേൽ എന്തുകൊണ്ടാണ് വിശ്വസ്തനാണെന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് മനസ്സിലായല്ലോ. പരിശുദ്ധാത്മ ഇന്ന് പകൽ നമ്മെപ്പറ്റി അത് ആഗ്രഹിക്കുന്നത്. വിട്ടുവീഴ്ചയില്ലാത്ത ദൈവത്തോടും അവൻ്റെ വചനത്തോടുമുള്ള ദാനിയേലിൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത വിശ്വസ്തത എല്ലാ വിശ്വാസികൾക്കും ഒരു നല്ല മാതൃകയായി വേദപുസ്തകം വരച്ചു കാട്ടുന്നു. പ്രതികൂല സാഹചര്യങ്ങളിലും വേദപുസ്തക വിശ്വാസങ്ങളെ വിട്ടുവീഴ്ച വരുത്താതെ നാം സത്യസന്ധതയും ശ്രേഷ്ഠമായ പ്രവൃത്തിയും വെളിപ്പെടുത്തുവാൻ വിശ്വസ്തതയുടെ ബന്ധത്തിൽ പരിശുദ്ധാത്മ നമ്മെ ഇന്ന് പകൽ ഓർപ്പിക്കുന്നൊരു കാര്യം. 1 ശമൂവേലിൻ്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 1 ശമൂവേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 19, 20 വാക്യത്തിൽ ശമൂവേൽ പ്രവാചകനെ പറ്റി നാം ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ ശമൂവേൽ വളർന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു, അവൻ്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകുവാൻ വരുത്തിയില്ല. ദാൻ മുതൽ ബെർശേബ വരെയുള്ള ഇസ്രായേലൊക്കെയും ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകനെന്ന് ഗ്രഹിച്ചു. അപ്പോൾ ഒരു കാര്യം, ശമൂവേൽ പ്രവാചകനെ പറ്റി വളരെ വ്യക്തമായി നമുക്കറിയാം. ഏലി പുരോഹിതൻ്റെ മക്കൾ തകർന്നടിഞ്ഞെടുത്തുന്ന ശമൂവേലിനെ ദൈവം വിളിച്ച് വേർതിരിച്ചത്, ഇസ്രായേലിൽ ഒടുവിലത്തെ ന്യായാധിപനും ആദ്യത്തെ പ്രവാചകനും
ഏലി പുരോഹിതൻ്റെ പൗരോഹിത്യത്തിൽ ഏലിയുടെ പിൻഗാമിയായിട്ട് ദൈവം ശക്തമായി ഉപയോഗിച്ച പ്രവാചകനായിരുന്നു ശമൂവേൽ. അപ്പം ശമൂവേലിൻ്റെ ശുശ്രൂഷാ എല്ലാം വേദപുസ്തകത്തിൽ വളരെ സവിസ്തരം പ്രതിപാദിക്കുന്നൊരു വിഷയമാണ്. ഒരു കാര്യം മനസ്സിലാക്കുന്നത്, പുരോഹിതനെന്ന നിലയിലും രക്ഷകർത്താവെന്ന നിലയിലും പുത്രസഹജമായ സ്നേഹവും ബഹുമാനങ്ങൾ ശമൂവേലിന് ഏലിയോടുണ്ടായിരുന്നു. എന്നിട്ടും ഏലിയുടെ ദുരന്തത്തെക്കുറിച്ചുള്ള യഹോവയുടെ ഉദാത്തമായ അരുളപ്പാട് ഏലിയോട് തുറന്നു പറഞ്ഞതിൽ ദൈവവചനം ഇസ്രായേൽ ജനത്തോട് നിർഭയം അറിയിക്കുവാൻ ധൈര്യവും കഴിവും തനിക്കുണ്ടെന്ന് ശമൂവേൽ തൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തെളിയിക്കുകയും ശക്തമായ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ശമൂവേലിനെ വിശ്വസ്തനെന്ന് ദൈവം എണ്ണിയതിനെപ്പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, 1 ശമൂവേലിൻ്റെ പുസ്തകം തന്നെ നമ്മൾ വായിക്കുമ്പോൾ ശമൂവേലിൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പറയുന്നു, ശമൂവേൽ പ്രവാചകൻ്റെ ജീവിതത്തിൽ സ്വഭാവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ഭക്തിയാണ്. അപ്പോൾ ആജീവനാന്തം അദ്ദേഹം ദൈവത്തെ സേവിച്ചു. തൻ്റെ പ്രവൃത്തികളും തീരുമാനങ്ങളുമെല്ലാം യഹോവയുടെ വചനത്തെ അധിഷ്ഠിതമാക്കിയുള്ളത് മാത്രമായിരുന്നു. സ്ഥാനമാനങ്ങൾക്ക് പിറകെ ഒന്നും ഒരിക്കലും ശമൂവേൽ പ്രവാചകൻ ചെന്നില്ല. പക്ഷേ സ്ഥാനമാനങ്ങൾ അദ്ദേഹത്തെ പിൻചൊല്ലുകയായിരുന്നു. അവൻ്റെ വിശ്വസ്തത തെളിഞ്ഞൊരു കാര്യം, തൻ്റെ ഉപദേശവും ശുശ്രൂഷയും ഗണിക്കാതെ ജനം ഒരു രാജാവിനെ തിരഞ്ഞെടുത്തിട്ടും ഒരു അതൃപ്തിയും ശമൂവേൽ പ്രവാചകൻ കാണിച്ചില്ല. രാജഭരണം മൂലം ഉണ്ടാകുന്ന ദോഷങ്ങളെ അവർക്ക് മുന്നറിയിപ്പായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തു. തൻ്റെ പിൻഗാമിയായി ശൗലിനെ തിരഞ്ഞെടുത്തപ്പോൾ യാതൊരു വിദ്വേഷവും കാണിക്കാതെ വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടുമാണ് അദ്ദേഹം പെരുമാറിയത്. ഇത്രയും വലിയ ഹൃദയവിശാലതയ്ക്ക് ചരിത്രത്തിൽ മറ്റൊരു ദൃഷ്ടാന്തമില്ല. അതുകൊണ്ടാണ് വളരെ പ്രാഗൽഭ്യത്തോട് ദൈവസന്നിധിയിൽ പറയാനിടയായ അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ 1 ശമൂവേലിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ഞാൻ ഇവിടെ വായിക്കുന്നു, ഞാനിതാ ഇവിടെ നിൽക്കുന്നു, ഞാൻ ഒരുത്തൻ്റെ കാളയെ അപഹരിച്ചിട്ടുണ്ടോ, ഒരുത്തൻ്റെ കഴുതയെ അപഹരിച്ചിട്ടുണ്ടോ, ഞാൻ വല്ലവനെയും ചതിച്ചിട്ടുണ്ടോ, വല്ലവനെയും പീഡിപ്പിച്ചിട്ടുണ്ടോ, ഞാൻ വല്ലവൻ്റെയും കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി എൻ്റെ കണ്ണ് കുരുടാക്കിയിട്ടുണ്ടോ, യഹോവയുടെയും അവൻ്റെ അഭിഷിക്തൻ്റെയും മുമ്പാകെ ഞാൻ എൻ്റെ നേരെ സാക്ഷീകരിക്കും, ഞാനത് മടക്കിത്തരാമെന്നുള്ള തികഞ്ഞ പ്രാഗൽഭ്യത്തോട് തന്നെ സമർപ്പിക്കുവാൻ ശമൂവേൽ പ്രവാചകൻ്റെ ജീവിതത്തിൽ വലിയ അവസരമുണ്ടായി. അപ്പോൾ ഇന്ന് രാവിലെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, വളരെ ശക്തമായ ജനം തന്നെ തിരസ്കരിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന അനുഭവത്തിൽ, അല്ലെങ്കിൽ തൻ്റെ ശുശ്രൂഷയും തൻ്റേതായ ഉപദേശവും ശുശ്രൂഷയും ഗണിക്കാതെ തന്നെ ഒരു ദൈവം ഉപയോഗിച്ച ദൈവത്തിൻ്റെ മുമ്പിൽ അവരൊരു ഭോഷത്വം ചെയ്തു എന്ന് പിന്നത്തേതിൽ ജനം തന്നെ സമ്മതിക്കത്തക്ക നിലവാരത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഒരു രാജാവിനെ അല്ലെങ്കിൽ ശമൂവേൽ പ്രവാചകനെ കൂടി ദൈവം ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷയൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് രാജാവിനെ ചോദിച്ചപ്പോഴും മോശമായ രീതിയിൽ അവരോട് പ്രതികരിക്കാതെ സകലതും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാൻ തക്കവണ്ണം ഉള്ളൊരു ദൈവം മുമ്പാകെ ഒരു വിശ്വസ്തത ശമൂവേൽ പ്രവാചകൻ്റെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതുകൊണ്ടാണ് ശമൂവേൽ പ്രവാചകനെ പറ്റി വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മെ വായിച്ചത്. അവൻ ദാൻ മുതൽ 3:27 ദാൻ മുതൽ ബെർശേബ വരെയുള്ള ഇസ്രായേലൊക്കെ ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു. അങ്ങനെ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഏത് പ്രതികൂലത്തിലും ക്ഷീണിച്ചു പോകാതെ ദൈവഹിതമല്ലാത്ത ഒരു പ്രതികരണവും നമ്മളിൽ നിന്നുണ്ടാകാതെ, പ്രതികൂലത്തിൻ്റെ മുമ്പിൽ നമ്മെ ക്ഷീണിപ്പിക്കുന്ന, ഭാരപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന, നിരാശയുണ്ടാക്കുന്ന ഒരു പ്രതികൂലത്തിലും ക്ഷീണിച്ചു പോകാതെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാനും ദൈവത്തിൽ തന്നെ ഏത് പ്രതികൂലത്തിലും ക്ഷീണിച്ച് സ്ഥിരത പ്രാപിച്ച് മുന്നോട്ട് പോകാനുള്ള ദൈവകൃപ പ്രാപിക്കുവാനാണ് ദൈവം എന്നെപ്പറ്റി നിങ്ങളെപ്പറ്റി ആഗ്രഹിക്കുന്നത്. വിശ്വസ്തതയെന്ന് പറയുന്നത് അതാ ദൈവം മുമ്പാകെയുള്ള വിശ്വസ്തത. മത്തായി സുവിശേഷത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ അതിൻ്റെ 19 മുതൽ 21 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവനുമായി കണക്ക് തീർത്തു. 5 താലന്ത് ലഭിച്ചവൻ അടുക്ക വന്ന് വേറെ 5 കൂടെ കൊണ്ടുവന്ന്, യജമാനനെ 5 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 5 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിൻ്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. ഇന്ന് രാവിലെ ദൈവവചനം കേട്ടുകൊണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പൈതലേ, യേശു കർത്താവ് ഒരു ഉപമയായിട്ട് പഠിപ്പിച്ചൊരു വേദഭാഗ താലന്തുകളുടെ ഉപമ നമുക്കറിയാം. അതിൻ്റെ 14 മുതൽ വായിക്കുമ്പം, ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ച്, ഒരുവൻ 5 താലന്ത്, ഒരുവന് 2, ഒരുവൻ 1, ഇങ്ങനെ ഓരോരുത്തരും അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് വേറെ 5 താലന്ത് കൂടി സമ്പാദിച്ചു. അങ്ങനെ 2 താലന്ത് ലഭിച്ചവന് വേറെ 2 നേടി. 1 ലഭിച്ചവനെ പോയി നിലത്ത് ഒരു കുഴി കുഴിച്ച് യജമാനൻ്റെ ദ്രവ്യം മറച്ചു വെച്ചു. അപ്പം നമുക്കവിടെ വ്യക്തമായി പരിശുദ്ധാത്മ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഭൂമിയിൽ നമ്മുടെ വിശ്വസ്തതയുടെയും സേവനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്
സ്വർഗത്തിൽ നമ്മുടെ സ്ഥാനവും ശുശ്രൂഷയും നിർണ്ണയിക്കപ്പെടുന്നതെന്ന്. താലന്തുകളെപ്പറ്റിയുള്ള വ്യാഖ്യാനം അല്ലെങ്കിൽ അതിനെപ്പറ്റി ദൈവം ആഗ്രഹിക്കുന്ന, ദൈവം ഉദ്ദേശിക്കുന്നൊരു കാര്യം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആത്മീക കൃപാവരങ്ങൾ ഉൾപ്പെടെ നമ്മുടെ കഴിവുകൾ, സമയം, ധനം എന്നിവയെ കാണിക്കുന്ന താലന്തുകളെപ്പറ്റിയുള്ള അർത്ഥം. അപ്പോൾ ഭൂമിയിൽ ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളും ഇതിൽ ഉൾപ്പെടും. ഇപ്പോൾ ഏറ്റവും ബുദ്ധിപൂർവമായ നിലയിൽ ഉപയോഗിക്കുന്നതിന് നമ്മുടെ പക്കൽ ഏൽപ്പിച്ചിട്ടുള്ള നിക്ഷേപമായിട്ടാണ് ദൈവം താലന്തിനെ പരിഗണിക്കുന്നത്. ഇന്ന് രാവിലെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന, നമുക്ക് കിട്ടിയിരിക്കുന്ന അവസരങ്ങൾ എത്ര ചെറുതായാലും വലുതായാലും നമുക്കത് വിശ്വസ്തയോട് ചെയ്യുവാൻ ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഇന്ന് പകൽ സഹായിക്കുമാറാകട്ടെ. ദൈവം മുമ്പാകെ ഏത് പ്രതികൂലത്തിലും ക്ഷീണിച്ചു പോകാതെ വിശ്വസ്തയോട് നിൽപ്പാൻ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. നമുക്ക് തലകളെ വണക്കാം. അതിപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, അവിടുത്തെ പരിശുദ്ധാത്മാവിൽ കൂടി ഇന്ന് പകൽ അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ച് അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായി ഞങ്ങൾ അവിടുത്തോട് നന്ദി പറയുന്നു. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള അവിടുത്തെ വിളി കേൾക്കാൻ യോഗ്യമാവണ്ണം വിശ്വസ്തയോടെ ഈ ഭൂമിയിൽ ഞങ്ങളുടെ ജീവിതം തികയ്ക്കുവാൻ ഞങ്ങളെ ഓരോ ദിവസവും അവിടുത്തെ സഹായിക്കണമേ കർത്താവേ എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി ഞങ്ങൾ അവിടുത്തേക്ക് സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്.